വക്ഷസേ അഗ്നിനാരേമസ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീര്യമത്തമം ആഗ്നേയം നിത്യമധ്വരം വിശദ പരിഭൂരസേ സയദ്ദേവേഷ്ടു ഗച്ഛസേ അഗ്നിർഹോദാകവിക്രതോ സത്യചിത്രസ്രവസ്തമാ ദേവോ ദേവേഭിരാഘവ കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം കരാരൂഢമോക്ഷം വിബദ്ധം ഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രുതാമർത്യവൃക്ഷം സുരാരീദ്രുതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാതുമീശം നീലാനോത്ഭവം ശാങ്കര പ്രേമകോശം ഹൃദശ്രീനിശേഷം രസദന്തകോശം ജലശൂലപാശം ഭജേ വൃത്തപാശം ബ്രഹ്മധ്യാനനിലീനം ശ്രീനാരായണം നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ഭക്തിമുക്തിപ്രദം നാരായണം സദാശക്തി സിദ്ധിപ്രദം നാരായണം ഭക്തിമുക്തിപ്രദം നാരായണം സദാശക്തി സിദ്ധിപ്രദം നാരായണം നാരായണം ഭജേ നാരായണം ഗുരു നാരായണം ഭജേ നാരായണം ആഴിയിലും പ്രകാശമാന സ്വരൂപമൊടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ നില പൂണ്ടരുളും വിഭോ ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ 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 പ്രത്യക്ഷമായ തവശക്തിയെ മായ മാറാൻ അത്യന്ത ഭക്തിയോട് വാഴ്ത്തുക മധ്യധർമ്മം
നിത്യം ഭവൽ ചരണ സേവനം, നിത്യം ഭവൽ ചരണ സേവനം എൻ്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരണേ കൃപാലോ. ൊന്നുകൊണ്ടും എന്നാളുമേൽപ്പേർ ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗൽ സ്വരൂപ. സർവസങ്കടനാശനം നാരായണം, നാരായണം ഭജ നാരായണം, ഒരാവിവൻ ഒന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം ഒഴുങ്ങിയാൽ നിന്നിടം വെക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ഥാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ പുറമ്പുരാൻ. ആഴിയും നിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടികാരവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയാകും. ചവിട്ടാൻ പാടില്ലായിരുന്നു. മഴത്തുള്ളിയേ കാണത്തുള്ളൂ കേട്ടോ. മഴയുടെ പടം എടുക്കാൻ അവിടുന്ന് പൂർണ്ണമാകുമ്പോൾ കൊടുക്കേണ്ടതല്ലായിരുന്നു. ശരിക്കും അങ്ങനെയല്ലേ വിചാരിച്ചിരുന്നായിരിക്കും അല്ലേ ഗേറ്റിങ്ങന്ന്. ഇങ്ങോട്ട് തിരിഞ്ഞു ശാരദാനുസ്വാമി വരുന്നുണ്ട്.
കുംഭം കാണത്തില്ലല്ലോ. രണ്ടു മൂന്നെണ്ണത്തെ പിടിക്കുന്നുണ്ട്. ആണോ? ചിലത് മാത്രമേ പറയണ്ടേ. ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും എൻ്റെ വാക്കിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സമയബന്ധിതമായി നമ്മുടെ ചടങ്ങുകൾ നടക്കണം. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെ മാത്രമേ സ്വീകരിക്കുന്നതും എല്ലാവരും സ്വീകരണത്തിൽ ഏറ്റുവാങ്ങിയതായി കരുതുക. പിന്നെ പ്രധാന കാര്യദർശിമാരും ഒക്കെ യജ്ഞമണ്ഡലത്തിലുണ്ടാവും. ബാക്കി മുഴുവൻ സജ്ജനങ്ങളും നമ്മുടെ ഈ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഹാളിനുള്ളിലും യജ്ഞത്തിൻ്റെ യജ്ഞവേദിയുടെ പുറത്തുമായി നൽകുക. ഈ യജ്ഞശാലയിലുമായി ഉണ്ടാവുന്നതാണ്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ
വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘരരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ദേഹാത്മബുദ്ധിനിഹന്ത്രേ നമഃ. ഓം നാശിതാശേഷകന്മഷായ നമഃ. ഓം ഭക്തിസ്വരൂപായ നമഃ. ഓം ഗീതരാഘവേ ക്രോധശോകമോഹമാനസായ നമഃ. ഓം വിപരീതഗതിഹന്ത്രേ നമഃ. ശക്തിമോക്ഷപ്രദായകായ നമഃ. ഭക്താമോദപ്രദായകായ പരബ്രഹ്മവിദേ നമഃ. ക്ഷണപ്രഭാബുദ്ധമോകായ നമഃ. ആഹേന്ദ്രപ്രത്യുദാസീയ ശൈവാദിമതവേദീരായ നമഃ.
പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നമോ നാരായണായ. ശാസനങ്ങളും എല്ലാം ഇതിന് വഴികാട്ടിയായിട്ടുണ്ട്. സ്വാമിജിയെ ഈ വിശിഷ്ട കർമ്മത്തിലേക്ക്, ഈ യോഗത്തിലേക്ക് ആദരവോടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം എഴുതിക്കൊള്ളുന്നു. ശാരദാനന്ദ സ്വാമി, അപ്പോൾ അദ്ദേഹവും അന്ന് ഒരു ബ്രഹ്മചാരി പ്രധാനം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് സ്വാമിജി ഈ സ്ഥലം നമ്മൾ കശ്മീരി ഏറ്റെടുക്കാവുന്നതിന് വേണ്ടി സന്ദർശനത്തിന് പോയതിന് പിന്നാലെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾക്കെല്ലാം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ശാരദാനന്ദ സ്വാമിയാണ്. ഒരുപക്ഷെ എനിക്ക് നിശ്ചയമില്ലാത്ത ഈ വയറിങ്ങിൻ്റെ ഒക്കെ എത്ര പോയിന്റ് ഉണ്ട് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത്ര നിത്യശ്രദ്ധയും അന്വേഷണവുമുള്ള ആളാണ്. ഇവിടുത്തെ നിരവധി പരിപാടികളിൽ സ്മൈലുമായി ബന്ധപ്പെട്ട്, സമങ്ക ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, കുട്ടികളുടെ ക്യാമ്പായിട്ടും യുവജന ക്യാമ്പായിട്ടും ആ പരിപാടികൾക്കെല്ലാം ഇവിടെ ഒരു ആതിഥേയനായി നിന്നുകൊണ്ട് അത്രയൊരു ആത്മബന്ധം ശ്രീനാരായണ ധർമാസനത്തോടുണ്ട്. ഇതിൻ്റെ വർക്കുകളിലെല്ലാം ഏതാണ്ട് നിരന്തരമായി സ്വാമിയുടെ ഒരു നിർദ്ദേശം വന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ടുണ്ട്. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഈ ആശ്രമത്തെ ഈ തരുണത്തിൽ വളരെ തികഞ്ഞ ഒരു പ്രവർത്തന മികവോടുകൂടി നിങ്ങളെല്ലാം ഗുരുദേവന്റെ ചരണങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപ്രകാശം സ്വാമികൾ, ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ധർമ്മവ്രത സ്വാമികൾ, ഇതിനെ ഈ തരുണത്തിലാക്കിയെടുക്കുന്നതിനായി തികഞ്ഞ ആത്മസമർപ്പണവും ധനസമർപ്പണവും എല്ലാം ചെയ്ത് കായികമായും മാനസികമായും ഒക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള സ്നേഹാദരണീയരായിട്ടുള്ള ഗുരുജനങ്ങളെ, ഗുരുഭക്തരെ,
ശിവഗിരി മഠത്തിന് വളരെയധികം ശാഖാ സ്ഥാപനങ്ങളുണ്ട്. ഒപ്പം തന്നെ ശിവഗിരി മഠത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിരന്തരമായി വന്നു ചേരുന്ന ഭക്തജനങ്ങൾ വളരെയധികമുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടിയും വളരെ ആദരവോടു കൂടിയും ഒപ്പം തന്നെ ഏറ്റവും ബഹുമാനത്തോടു കൂടിയും പറയാം, ശിവഗിരി മഠത്തിൻ്റെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്ന ആശ്രമ ബന്ധുക്കളായി വരുന്ന ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ഭക്തിയോടുകൂടി ഗുരുവിനോടുള്ള ഒരു ആത്മസമർപ്പണത്തോടു കൂടി ഒരു ആശ്രമ സങ്കേതത്തിൽ വരികയും ആ വരവ് അവരുടെ ജീവിതത്തിന്റെ ഭൗതികമായും ആധ്യാത്മികമായുമുള്ള സമസ്ത മേഖലയുടെയും പുരോഗതിയിലേക്ക് വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ അതൊരു ഭക്തിയുടേതായ അച്ചടക്കത്തിൻ്റെതായ പുതിയ ഒരു നമുക്ക് വഴക്കമല്ലാത്ത ഒരു വലിയ വഴക്കങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആശ്രമ സങ്കേതം, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭക്ത സമൂഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ചക്കുവള്ളം ധർമാശ്രമം നിങ്ങളെ ആയിരിക്കും ഞാൻ കണ്ടിരിക്കുക എന്ന് യാതൊരു സംശയമില്ലാതെ എനിക്കത് പറയാനായിട്ട് സാധിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ഭാഗ്യം. കാരണം ഗുരുപ്രകാശം സ്വാമി അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ ആരുടെ പ്രത്യേകത കൊണ്ടല്ലല്ലോ. എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ആയേ പറ്റൂ. കാരണം ശിവഗിരി മഠത്തിന്റെ ശിവഗിരി തീർത്ഥാടനത്തില് വളരെയധികം നൂറുകണക്കിന് പദയാത്രകള് കടന്നു വരുന്നുണ്ട്. ആ പദയാത്രകളിലെല്ലാം തന്നെ ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള വൈവിധ്യങ്ങളോട് കൂടിയ പദയാത്രകൾ പല സമ്പ്രദായ രീതിയിലും ഒക്കെ ആയിട്ട് പദയാത്രകൾ കടന്നു വരുമ്പോഴും ഒരു പദയാത്ര എങ്ങനെയാണ് വരേണ്ടത് എന്ന് നാഗമ്പടത്ത് വെച്ച് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം കൊടുക്കുന്ന സന്ദർഭത്തില് അവരെങ്ങനെയാണ് ശിവഗിരിയിലേക്ക് വരേണ്ടത് എന്നുള്ളത് അതിനെ കൃത്യമായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ അതിന്റെ തീർത്ഥാടകരായി പങ്കെടുക്കുന്ന ഭക്തന്മാർക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രയോജനങ്ങളാണ് അവർക്ക് ആന്തരികമായും അവരുടെ ജീവിതത്തിലും അവരുടെ ഭൗതികമായ സാഹചര്യങ്ങളിലും അധ്യാത്മ വിഷയങ്ങളിലും ഭക്തിയിലും ഒക്കെ എന്ത് പരിവർത്തനമാണ് വരേണ്ടത്, അതിലേക്ക് എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതിൽ പാലിക്കേണ്ടതായ അച്ചടക്കങ്ങൾ എന്താണ് എന്നെല്ലാം കൃത്യമായ രീതിയിൽ അതിനെല്ലാം അതിൻ്റെതായ രീതിയിൽ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു പദയാത്ര. ആ പദയാത്രയൊക്കെയാണ് ഈ ആശ്രമത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ലായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുപ്രകാശ സ്വാമികള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിന്റെ കൊണ്ട് സ്വാമിക്ക് ഇത് നിരന്തരമായിട്ട് വന്ന് കാണാനായിട്ട് സാധിച്ചു, ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാനും ഇവിടെ വന്നിട്ടുണ്ട് 95 കാലഘട്ടങ്ങൾ. അന്ന് ഇവിടെ ഉള്ള ഒരു കരിങ്കല്ലിന്റെ ചെറിയൊരു സംഗതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ആ സമയം മുതലുള്ള ഈ വലിയൊരു ത്യാഗം ചെയ്ത് അങ്ങനെ സ്വാമികൾ ഇങ്ങനെ ഈ തരത്തിൽ ഇത് അങ്ങനെ ആക്കിയെടുക്കുമ്പോ സ്വാമികളുടേതായിട്ടുള്ള ഒരു വലിയ ഭക്തി, അതേപോലെ തന്നെ ഗുരുവിനെ കുറിച്ചും ഗുരുവിന്റെ ചരിത്രത്തെ കുറിച്ചും ഗുരുവിൻ്റെതായിട്ടുള്ള ദാർശനികതയെ കുറിച്ചും ഇത്തരണത്തില് ആധികാരികമായിട്ട് പറയാനായിട്ടും അതേപോലെ തന്നെ അതിനെ എഴുതുന്നതിന് വേണ്ടിയിട്ടും നെല്ലിട പോലും യാതൊരു തരത്തിലുള്ള ഗുരുവിന്റെ ആ ദാർശനികതയിലും അതേപോലെ തന്നെ ഒരു ആശ്രമത്തിൻ്റെതായ ഒരു അച്ചടക്കത്തിലും വളരെ കാർക്കശ്യത്തോടു കൂടി ഈ പറയുന്നത് പോലെ പെരുമാറി ഉള്ളിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള നീരസവും ഉള്ളിൽ പുറത്തില്ലാതെ ഉള്ളിൽ അത് പ്രകടിപ്പിക്കാതെ ഏറ്റവും സ്നേഹം ശുദ്ധമായിട്ടുള്ള ഒരു അന്ധകരണത്തോടു കൂടി വഴക്ക് പറയേണ്ടതാണ്. കൃത്യമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് തോളെ കൈയിട്ട് എല്ലാവരോടും സ്നേഹം, കാരണം ഉള്ളിൽ വേറെ ഒന്നും വിചാരിക്കാതെ പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ ആശ്രമങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിൽ എന്താണ് പരിവർത്തനം സംഭവിക്കുന്നത്
ആലോചിക്കേണ്ടത്. കാരണം പലരും പല ആശ്രമങ്ങളിലേക്കും പല സംഘടനകളിലേക്കും എല്ലാം പോകുന്നുണ്ട്. അവരവിടെ എല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പലപ്പോഴും പലരും പറയുന്നത് നമ്മളെല്ലാവരും വരുന്നത് ഞങ്ങൾ ഗുരുവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. ഞങ്ങൾ 50 വർഷം ഞങ്ങൾ ശിവഗിരി തീർത്ഥാടനം നടത്തി. പലപ്പോഴും ആളുകൾ ശിവഗിരി തീർത്ഥാടനത്തിന് വന്നതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പിന് ആഹാരം കിട്ടിയില്ല, സെക്കൻഡ് ട്രിപ്പ് ആയി പോയി കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ പറയും ഞങ്ങൾ 42ാമത്തെ വർഷമാണ് ശിവഗിരിയിലേക്ക് വന്നത്. ഈ 43 വർഷം ഞങ്ങൾ നടന്നു വന്ന്. 43 വർഷം നടന്നു വന്നെങ്കിൽ അതിന്റെ പുണ്യമാർക്കാ? നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ പുണ്യം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുണ്ട്, നമ്മളുടെ ഭക്തിപരമായ കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ അത് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും ബോധ്യപ്പെടത്തില്ല. പക്ഷെ ഈ മഠത്തിൽ നിന്നായിട്ട് ഈ കിഴക്കൻ മേഖല പദയാത്രയായിട്ട് വരുമ്പോൾ നിങ്ങളുടെ യാത്രകളും മറ്റുമൊക്കെ ആ സമയങ്ങളിൽ അതൊരു വലിയ ഒരു ഫേസ്ബുക്കിലും അതേപോലെ തന്നെ റീൽസ് ആയിട്ടൊക്കെ അതൊരു വലിയ ട്രെൻഡാണ്. അത് നിങ്ങൾ നാട്ടുകാർക്ക് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന, അതേപോലെ ഗുരുഭക്തർക്ക് കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മറ്റു സമൂഹങ്ങൾക്ക് കൊടുക്കുന്ന, സമുദായങ്ങൾക്ക് കൊടുക്കുന്ന വലിയ ഒരു സന്ദേശമാണ് ശ്രീനാരായണ സമൂഹം എന്ന് പറയുന്നത്. ഇത്തരണത്തിൽ വളരെ അച്ചടക്കമുള്ള, വളരെ റോഡിന്റെ വെള്ളവരയിലൂടെ നടക്കാവൂ എന്ന് പറഞ്ഞാൽ വെള്ളവരയിൽ നിന്ന് 1 ഇഞ്ച് മാറി നടക്കില്ലാത്ത ഒരു സമൂഹമാണ്. അത് പണ്ട് എങ്ങനെയൊക്കെ ആയാലും ശരി, ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്തരണത്തിൽ തന്നെ പോകുന്ന വലിയൊരു സമൂഹമാണ് എന്ന് പറയുന്നത് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. ആ ഒരു ആത്മധൈര്യത്തോട്, ആ ഉൾക്കൊള്ളലോടുകൂടി നിങ്ങൾ ആ പദയാത്രയിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തരത്തിൽ ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ വലിയ ഒരു ആത്മനിർവൃതി നിങ്ങൾ അനുഭവിക്കുന്നത്. കാരണം സ്വാമി പറഞ്ഞിരുന്ന ഇങ്ങനെ കുറച്ചുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് വിശേഷമായിട്ട് യാതൊരു തരത്തിലുള്ള നോട്ടീസുകൾ ഞങ്ങൾ അടിച്ചിട്ടില്ല. മറിച്ച് എന്നിട്ട് പറഞ്ഞു സ്വാമി അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കൊണ്ടുപോകണം, അതിന്റെ ഉത്തരവാദിത്വം നമ്മളായി. ഇതിപ്പോൾ പദയാത്രികരായിരിക്കുന്നവര് നിങ്ങളോട് എല്ലാവരോടും വിളിച്ചോളാൻ പറഞ്ഞു, നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പദയാത്രികരായിട്ട് വന്നിരിക്കുന്ന, ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് നോട്ടീസായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നോട്ടീസിനെക്കാളും വലിയ ഒരു കാര്യമാണ് ഈ വർഷം നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഗുരുവിന്റെ സന്ദേശത്തിന് ഇങ്ങനെ ഈ സങ്കേതത്തിൽ ഇങ്ങനെ എത്താൻ സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ സ്നേഹിക്കാനും നിങ്ങളെയൊക്കെ അങ്ങനെ വരച്ച വരയിലൂടെ നടത്തി നിങ്ങൾക്ക് ഗുരുധർമ്മം പറഞ്ഞു തരാനായിട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവും മറ്റു സാമൂഹികമായ എല്ലാ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി, നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി അതൊക്കെ വലിയ ഭാഗ്യമാണ്. കാരണം ഗുരുപ്രകാശൻ സ്വാമികൾ കയറി ഇറങ്ങാത്ത ഒരു കൊച്ചു വഴി കൂടി ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നുള്ള കാര്യം, ഇടുക്കി ജില്ലയിലും കോട്ടയത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇല്ല എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ വലിയ ഭാഗ്യമാണ്. കാരണം നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വന്നാൽ കൂടി അവിടെ എത്തും. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ കുറച്ചു നാളുകൾ മുൻപ് ഇവിടെ ക്യാമ്പ് നടക്കുന്ന അവസരങ്ങളിൽ ചോദിച്ചു, സ്വാമി ക്യാമ്പിന് എന്തെങ്കിലും ഫീസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഒരു ഫീസ് വേണ്ട സ്വാമി എന്ന് പറഞ്ഞു. നമ്മൾ ഫീസ് ഇത്ര വെച്ച് നമ്മളൊരു ഫീസ് കുട്ടികളുടെ നിന്ന് മേടിച്ചാൽ അത്രയും ആൾക്കാർ ആ പൈസ ആയിരിക്കും തരുന്നത്. പക്ഷെ അവര് പല സാധനങ്ങളായിട്ടും എല്ലാമായിട്ടും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരുന്നവര് വന്നിട്ട് വെറും കൈയോട് പോകത്തില്ല. അവര് ഗുരുവിന്റെ മുൻപിൽ അവിടെ കൊണ്ടുവന്ന് ഒരു പൈസ എന്തെങ്കിലും ഇവിടുത്തെ ചെലവിന് കണ്ടിട്ട് അത് ചെയ്തിട്ട് പോകുള്ളൂ. അത് ഫീസ് വാങ്ങുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇവിടെ വരുന്നവര്. അതുകൊണ്ട് നമ്മൾ ഫീസ് ഒന്നും പറയത്തില്ല. അത് വലിയ സംഗതി തന്നെയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതും സ്വാമി ഇങ്ങോട്ടേക്ക് തരുന്നതും ഒക്കെ ആയിട്ടുള്ള അതിന്റെ ആ ഒരു പാരസ്പര്യം, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഔന്നിത്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധി. അത് നിങ്ങൾക്ക് എന്നും ഗുരുവിന്റെ ഭക്തിയായിട്ട് നിലനിൽക്കട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ സന്തോഷഭരിതമാവട്ടെ. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെയും അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കുടുംബ അന്തരീക്ഷമൊക്കെ വളരെ സൗഹാർദ്ദവും സന്തോഷകരമായി തീരട്ടെ. അതിന് ഗുരുവിന്റെ ഒരു മണ്ഡപത്തിലേക്ക് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. വിശദമായിട്ടുള്ള നിങ്ങളെ ഗുരുവിനെ കുറിച്ച് പറയാനും ഗുരുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിനൊക്കെ വേണ്ടി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, പൂജനീയ സച്ചിദാനന്ദ സ്വാമി അവരുടെ ശിവഗിരി മഠത്തിന്റെ ട്രഷറർ ശാരദാനന്ദ സ്വാമി അവരുടെ, ധർമാനന്ദ സ്വാമി അവരുടെ, ഏറ്റവും വേണ്ടപ്പെട്ട ഗുരുപ്രകാശൻ സ്വാമി അവരുടെ, എൻ്റെ സഹപ്രവർത്തകരായ യൂണിയൻ്റെ ഇവിടെ വന്നുചേർന്നിരിക്കുന്ന പല യൂണിയൻ്റെയും നേതാക്കന്മാരെയും ഏറ്റവും പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഇന്നത്തെ ദിവസം
ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഞാൻ 1968 മുതൽ ഈ ഗിരിയുടെ കസ്റ്റോഡിയൻ പോലെ പ്രവർത്തിക്കുവാൻ ഇടവന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇവിടെ ശിവഗിരിയുടെ ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അന്നു മുതൽ ശിവഗിരിയിലെ പല സന്യാസിമാരെയും ഈ കുന്നിലേക്ക് അന്ന് വഴിസൗകര്യമില്ലായിരുന്നെങ്കിലും ജീപ്പിൽ കയറ്റി കൊണ്ടുവരികയും ഭക്തരെ നിങ്ങൾക്കെല്ലാം ആശംസാഭരിതമായ കൂട്ടുകൈ. ഭഗവാന്റെ ദിവ്യമായ പ്രതിഷ്ഠയും അതോട് ചേർന്ന് അവിടുത്തെ സച്ചിഷ്യന്മാരായ ശിവലിംഗ സ്വാമികളുടെയും ബോധാനന്ദ സ്വാമികളുടെയും പ്രതിഷ്ഠ കൂടി നിർവഹിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഗുരുനാരായണഗിരി ശ്രീനാരായണ ധർമാശ്രമം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ശ്രീനാരായണീയരുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഗുരുദേവ ഭക്തന്മാരുടെ പ്രവാഹം ഇനി ധാരാളമായി ഇവിടെ സംഭവിക്കും. ആ രൂപത്തിൽ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ഇത് പരിലസിക്കട്ടെ, അതിന് ഗുരുദേവൻ്റെ അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥനയൊക്കെ തുടങ്ങി മന്ത്രമൊക്കെ ജപിച്ചു എങ്കിൽ തന്നെയും ഒരു മന്ത്രവും ഒരു പ്രാർത്ഥനയും കൂടി ചൊല്ലിക്കൊണ്ട് ചെറിയൊരു പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു പ്രാർത്ഥന ചൊല്ലിത്തരാം. എല്ലാവരും ഒന്ന് ഏറ്റി ജപിക്കണം. എല്ലാവരും ഒന്ന് നേരെ നിവർന്ന് ഇരിക്കുക. കണ്ണുകൾ അടച്ച് ഗുരുദേവനെ ഹൃദയത്തിൽ കണ്ട് ധ്യാനിച്ച് അവിടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ജപിക്കുക. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परम ब्रह्मा तस्मै श्री गुरवे नमः। श्रीनारायण गुरुदेवा शिवनारायण गुरुदेवा श्रीनारायण शिवनारायण जय नारायण गुरुदेवा श्रीनारायण
ശ്രീനാരായണ ഗുരുദേവാ ശിവനാരായണ ഗുരുദേവാ ശ്രീനാരായണ ശിവനാരായണ ജയ നാരായണ 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 ഗുരുദേവാ സ്വാമികളുടെയും ഫോട്ടോകൾ കൂടി ഇവിടെ പ്രതിഷ്ഠിച്ച് ഭക്തജനങ്ങൾക്ക് വന്നിച്ച് ആരാധിക്കുന്നതിനുള്ള സൗകര്യം ഗുരുപ്രകാശം സ്വാമികൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിരവധി നൂറുകണക്കിന് ഗുരുദേവ ആരാധനാലയങ്ങളുണ്ട്. പക്ഷേ ഗുരുദേവന്റെ പ്രതിഷ്ഠയോടൊപ്പം അവിടുത്തെ മഹാപുരുഷന്മാരായ 2 ശിഷ്യന്മാരുടെ കൂടി പ്രതിഷ്ഠ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആരാധനാലയങ്ങൾ അനവധിയില്ല. മറ്റൊരു ആരാധനാലയമുള്ളത് കോവിൽമലയിലാണ്. ഗുരുവിനോടൊപ്പം ബോധാൻ സ്വാമിയെയും ശീലക സ്വാമിയെയും ഞാൻ തന്നെയാണ് അവിടെ പ്രതിഷ്ഠ നടത്തിക്കൊടുത്തത്. ഇതൊരു നല്ല മാർഗമാണ്, സമ്പ്രദായമാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുദേവ ഭക്തന്മാരെ ഞാൻ അറിയിക്കുകയാണ്. ഏതൊരു ആധ്യാത്മിക പ്രസ്ഥാനത്തിനും ആ ഗുരുവിനോടൊപ്പം അവിടുത്തെ മഹാപുരുഷന്മാരായ സച്ചിഷ്യന്മാരെയും പരിഗണിച്ച് ആരാധിക്കാറുണ്ട്. ബുദ്ധനെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ബുദ്ധൻ്റെ ആനന്ദ ഭിക്ഷു തുടങ്ങിയ ശിഷ്യന്മാരെ കൂടി സ്മരിച്ച് വന്ദിക്കും. ശങ്കരാചാര്യരെ സ്മരിക്കുമ്പോൾ സനകൻ, സനന്ദനൻ, സനാതനൻ എന്ന് തുടങ്ങി പത്മഭാത, തോടകൻ തുടങ്ങിയ ആചാര്യന്മാരെ സ്മരിച്ച് നമസ്കരിക്കും. ശ്രീരാമകൃഷ്ണ പരമ്പരയെ സ്മരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണനെയും അതോടൊപ്പം വിവേകാനന്ദ സ്വാമിയെയും ശാരദാദേവിയെയും നമസ്കരിക്കും. അതുപോലെ ഞാൻ പറയുന്നു, ശ്രീനാരായണ സമൂഹം അനുഗ്രഹീതരാകുവാൻ
ഗുരുത്വമുള്ളവരായി അനുഗ്രഹിക്കപ്പെടുവാൻ ഗുരുവിനെ നമിക്കുന്നതോടൊപ്പം ഗുരുവിൻ്റെ മഹാപുരുഷന്മാരായ ശിഷ്യന്മാരെയും സ്മരിക്കണം. നമുക്ക് ഗുരുദേവന് സന്യാസിമാരും ഗൃഹസ്ഥന്മാരുമായി അതിമഹത്തായ ഒരു ശിഷ്യ സഞ്ചയമാണുള്ളത്. ഗുരുദേവന്റെ സന്യാസി ശിഷ്യന്മാര് ഇത് കണക്ക് കൂട്ടിയാൽ ഏതാണ്ടൊരു 10-60ഓളം സന്യാസി ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡോക്ടർ പൽപ്പു കുമാരനാശാൻ, DK മാധവൻ തുടങ്ങി അതിമഹത്തായ ഒരു ഗൃഹസ്ഥ ശിഷ്യ സഞ്ചയവും ഗുരുദേവനുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാത്മാക്കളെ സ്മരിക്കുമ്പോൾ ഇത്രയേറെ സന്യാസിമാരും ഇത്രയേറെ ഗൃഹസ്ഥന്മാരും നാനാലോകാനുരൂപന്മാരായി വിവിധ ശ്രേണികളിൽ പ്രവർത്തിച്ച ശിഷ്യന്മാരോട് കൂടിയ ഒരു സദ്ഗുരുവിനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതല്ല. ഗുരുവിനെ കുറിച്ച് നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. പക്ഷെ ഗുരുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് വേണ്ടവണ്ണം അവബോധമില്ല. ശിവലിംഗ സ്വാമിയെ നമ്മൾ ഓർക്കുമ്പോൾ ഗുരുദേവന്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗ സ്വാമി. ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്ന പ്രാർത്ഥന ശിവലിംഗ സ്വാമി എഴുതിയതാണ്. ആ ഒറ്റ പ്രാർത്ഥന മതി ശിവലിംഗ സ്വാമിയുടെ മഹത്വം എത്ര മഹോന്നതമാണ് എന്ന് ഊഹിക്കുവാൻ. ശിവലിംഗ സ്വാമിയുടെ ജന്മദേശം അരുവിപ്പുറത്തിനടുത്ത് മാരായമഠമാണ്. ഒരാഢ്യ നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഗുരുദേവൻ ഏതാണ്ട് നാരായണ ഗുരു എന്ന പേരിൽ അരുവിപ്പുറത്ത് വന്ന് അവതീർണനായി. ചെമ്പഴന്തിയിലെ നാരായണൻ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ ഇരുന്ന് ചെയ്ത ഏകാന്തദീപ്തമായ മഹാതപസ്സിന്റെ ഭാഗമായിക്കൊണ്ട് ഈശ്വരാനുഭൂതി നേടി സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായതുപോലെ, യേശു തപസ്സിലൂടെ ക്രിസ്തുവായതുപോലെ, മുഹമ്മദ് തപസ്സിലൂടെ നബിയായതുപോലെ ആ ഒരു പാരമ്പര്യത്തിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഗുരുദേവനെ സ്മരിക്കുമ്പോൾ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ, ശ്രീബുദ്ധൻ്റെ, യേശുക്രിസ്തുവിൻ്റെയൊക്കെ ആ ഒരു പാരമ്പര്യത്തിൽ മാത്രമേ സ്മരിക്കാവൂ. കേരളത്തിൽ ജീവിച്ച അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, അങ്ങനെയുള്ള അമ്പേക്കാളെ പടം വെക്കുകയും പറയുകയും ചെയ്യുന്നവർ ഒത്തിരിയുണ്ട്. ഒരിക്കലും ശ്രീനാരായണ സമൂഹം അത് അംഗീകരിച്ചു കൊടുക്കരുത്. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ തിരുത്തി പറയാനുള്ള അറിവും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഗുരുവിനെ ഗുരുവിൻ്റെ പാരമ്പര്യത്തിൽ കാണാനും നമിക്കാനും ഒരു ക്രൈസ്തവൻ എങ്ങനെ യേശുക്രിസ്തുവിനെ കാണും, അതുപോലെ അതിനുപരിയായി യേശുക്രിസ്തുവിനപ്പുറത്തൊരു ദൈവം ക്രിസ്ത്യാനിക്കുണ്ടോ? ഈ ഇടുക്കി ജില്ലയിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഗുരുവിനെ ആ രൂപത്തിൽ കണ്ട് കൈവണങ്ങി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ധാരാളം ക്ഷേത്രങ്ങളുടെ പലതുണ്ട്. അവിടെ ശിവനെയും സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ഒക്കെ മൂർത്തികളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ പരമദൈവം ഗുരുദേവനാണ്. ഗുരുദേവൻ കഴിഞ്ഞ് മറ്റ് ദൈവിക സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാവും. അങ്ങനെ പരമഗുരുവിനെ പരമ ദൈവമായി കണ്ട് ഭജിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്ന് ശ്രീനാരായണീയരായി ക്രൈസ്തവരെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ, അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ ശ്രീനാരായണീയരായി ജീവിച്ച് മുന്നോട്ട് പോകുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുമാറാണ്. അങ്ങനെ ചെമ്പഴന്തിയിലെ നാരായണൻ ബുദ്ധനെ പോലെ, ക്രിസ്തുവിനെ പോലെ, നബിയെ പോലെ ഒരു വിശ്വഗുരുവായി അരുവിപ്പുറത്ത് ഒരു ഗുഹയിൽ വന്നിരുന്നു.
അരിപ്പുറത്ത് പോയിട്ടുള്ളവർക്കറിയാം നെയ്യാറിന്റെ തീരത്തുള്ള ഗുഹ. ആ ഗുഹയുടെ പേര് പുലിപ്പാറ എന്ന ഗുഹയാണ്. ആ ഗുഹയുടെ മുമ്പിലൂടെ നെയ്യാർ ഒഴുകുന്നു. നെയ്യാറിന്റെ മറുകരയിൽ മറ്റൊരു കുന്ന് തലയോർത്ത് നിൽക്കുന്നു. ആ കുന്നിന്റെ നെറുകയിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നെയ്യാറ്റിൻകരയ്ക്ക് പോകാം. അരുവിപ്പുറത്തിനടുത്ത് മാരായമുട്ടം ദേശത്തുള്ള 17 വയസ്സുകാരനായ ഒരു ബാലൻ, കുഞ്ചു, കൊച്ചപ്പിള്ള എന്നൊക്കെ പേര്. ആ ബാലൻ ഇങ്ങനെ നെയ്യാറ്റിൻകരയിലേക്ക് പോയപ്പോൾ ഈ കുന്നിന്റെ നെറുകയിലെത്തിയപ്പോൾ മറുഭാഗത്തുള്ള ഗുഹയുടെ പേര് പുലിപ്പാറ എന്നാണ്. പുലികളുടെ ആവാസ കേന്ദ്രമാണ്. വെറുതെ ആ ഗുഹയിലേക്കൊന്ന് നോക്കാൻ തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ ഗുഹയ്ക്കകത്ത് എന്തോ ഒരു വെളുത്ത ഒരു രൂപം. ശ്രദ്ധിച്ചപ്പോൾ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് ചേർന്ന് 2 പുലികളുണ്ട്. ബാലൻ കുറെ നേരം അങ്ങനെ നോക്കി നിന്നു. പുലികളുടെ കൂടെ ഒരാളിരിക്കുകയാണ്. കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കുറെ നേരം അങ്ങനെ നോക്കി നിന്നതിന് ശേഷം ആ ബാലൻ തന്റെ ആവശ്യത്തിന് നെയ്യാറ്റിൻകരയ്ക്ക് പോയി. തിരിച്ചു വന്നിട്ട് പഴയതുപോലെ നിന്ന് നോക്കിയപ്പോൾ ആ രൂപം അതേപോലെ തന്നെ ഇരിക്കുന്നു. പുലികളോട് പോയി. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് ആ ബാലന്റെ മനസ്സിൽ അഴകേറും ഭിക്ഷുവും അപ്പേരാലും വഴിയും കിണറും പരിസരവും ആനന്ദ ഭിക്ഷുവിനെ കണ്ട മാതംഗ കന്യകയെ പോലെ രാവും പകലും ആ രൂപത്തെ തന്നെ ബാലൻ നനച്ചുകൊണ്ടിരുന്നു. വീണ്ടും പഴയ ഭാഗത്ത് വന്ന് നിന്ന് മറുകരയിലേക്ക് നോക്കി. അപ്പോഴും ആ വെളുത്ത് തേജസ്വിയായ മനുഷ്യൻ ഗുഹയ്ക്കത്തിരിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ബാലന് തോന്നി ഒന്ന് അടുത്ത് ചെന്നാലെന്താ. പക്ഷെ പുലികളുടെ ആവാസ കേന്ദ്രം എങ്ങനെ അടുത്ത് ചെല്ലും? തനിക്കറിയാവുന്ന ദേവീദേവന്മാരെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച് ബാലൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാവവും ആശ്ചര്യം, പുലികളൊന്നും അവിടെ ഇല്ല. ആ രൂപം പാറപ്പുറത്തിരിക്കുന്നു. തന്നെ കണ്ടു. താൻ അറിയാതെ തലകുനിഞ്ഞ് കൈകൂപ്പി. ആ ദിവ്യരൂപം കൈമാടി വിളിച്ചു. ബാലൻ എങ്ങനെയോ നെയ്യാറ് നീന്തി കടന്ന് മറുഭാഗത്ത് നിന്ന് തൊഴുന്നു നിന്നു. എവിടെ വീട്? മാരായമുട്ടം. പേര് കൊച്ചപ്പിള്ള എന്നാണ്. കുഞ്ചു എന്നാണ് ഓമന പേര്. നമുക്ക് വിശക്കുന്നു, തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ? ബാലനുടൻ തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി മരക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ് കൊണ്ടുവന്നു. അവിടെ എത്തി ചുട്ടു. എന്നിട്ട് അത് പാകപ്പെടുത്തി ഗുരുവിന് സമർപ്പിച്ചു. ഗുരു ഒരു ഭാഗം തിന്നു, മറുഭാഗം ബാലന്റെ കയ്യിൽ കൊടുത്തു. അമൃത് ആസ്വദിക്കുന്നത് പോലെ ആ ദിവ്യമായ പ്രസാദം ബാലൻ ആഹരിച്ചു. കുറെ നേരം ആ സന്നിധാനത്തിൽ വർത്തിച്ചു. തനിക്കൊന്നും പിടികിട്ടിയില്ല, മനസ്സിലായില്ല. പക്ഷെ ഒരു യോഗിയാണ്, പുണ്യപുരുഷനാണ്, ഒരു മഹാത്മാവാണ് എന്ന് മാത്രം ബാലന് മനസ്സിലാക്കി. അവൻ ഓടി വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ മാർത്താണ്ഡപിള്ളയോട് പറഞ്ഞു, ആ ഗുഹയിൽ ഒരു സ്വാമി വന്നിരിപ്പുണ്ട്, ഞാൻ ആ സ്വാമിക്ക് കപ്പ ചുട്ടു കൊടുത്തു, എന്നെ അനുഗ്രഹിച്ചു എന്തൊക്കെ പറഞ്ഞു. മാർത്താണ്ഡ പ്രഭാതമായപ്പോൾ വന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ്. വീണ്ടും വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ചെമ്പഴന്തിയിൽ ഈഴവ സമുദായത്തിൽ ജനിച്ച നാരായണൻ, നാണു ആശാൻ, നാണു ഭക്തൻ, നാണു സ്വാമിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഗുഹയിൽ ഇരിക്കുന്നത്. മാർത്താണ്ഡപിള്ള പോലെ ആലോചിച്ചു, നമ്മൾ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ഈഴവനെ തൊട്ട് തിന്നുക, ഈഴവന്റെ അടുത്ത് പോവുകയോ അത് പാടില്ലല്ലോ. അത് നിയമത്തിന് വിരുദ്ധമാണല്ലോ, മഹാപാപമാണല്ലോ. ബാലിനോട് പറഞ്ഞു, മോനെ, അദ്ദേഹം വലിയ സ്വാമിയും മനുഷ്യനും ഒക്കെ ആയിരിക്കാം, പക്ഷെ നീ അടുത്തൊന്നും പോകണ്ട, നിന്റെ പോക്ക് ഇതോടുകൂടി നിർത്തിക്കോ. ബാലിനെ ശാസിച്ചു. പക്ഷെ അവൻ പൊയ്ക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അരുവിപ്പുറത്തേക്ക്, ആ ഗുഹയിലേക്ക് ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരുന്നു. അരുവിപ്പുറം അജനയുടെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. ചെറിയ കുടിലുകൾ അവിടെ കെട്ടിത്തുടങ്ങി. അപ്പൊ ബാലന് നിയന്ത്രിച്ചിട്ടും അവൻ നിന്നില്ല. ഏറ്റവും അവസാനം വീട്ടുകാര് അവനെ തല്ലി ഉപദ്രവിച്ചു, വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. എന്നിട്ടും അവന്റെ മനസ്സിന് മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോ
ഭ്രഷ്ട് കൽപ്പിച്ച് സമുദായം പുറത്താക്കി. അങ്ങനെ പുറത്താക്കപ്പെട്ട ആ ബാലൻ ആ മഹാത്മാവിൻ്റെ സന്നിധാനത്തിൽ വന്നപ്പോൾ വീട്ടുകാർ പുറത്താക്കിയല്ലേ, നമ്മോടൊപ്പം ജീവിക്കുവാൻ താല്പര്യമുണ്ടോ? അതാണ് എൻ്റെ ജന്മസാഫല്യം, നമ്മോടൊപ്പം കഴിഞ്ഞോടുക. ആ ഒരു ശിഷ്യൻ 17-18 വയസ്സുകാരൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം. നിർലജ്ജോ ഗുരുസന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയേ. ശരീരവും അർത്ഥവും പ്രാണനും തന്നെയും ആ ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പണം ചെയ്തു. അങ്ങനെ അദ്ദേഹം ഗുരുവിന് ശിഷ്യനായി തീർന്നു. ഗുരുവിൻ്റെ അന്തേവാസിയായി, അരുവിപ്പുറം കുടിലിൽ താമസമായി, പുലികളൊക്കെ കാട്ടിലേക്ക് മാറി. പിന്നെയും 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗുരുദേവൻ സ്വന്തം അവതാര കൃത്യ നിർവഹണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആ നെയ്യാറിൽ നിന്നും ശങ്കരൻ കുഴിയിൽ നിന്നും ശിവലിംഗാകൃതിയിലുള്ള ഒരു വിഗ്രഹം, ഒരു കല്ല് എടുത്ത് പൊങ്ങി അവിടെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങിയത് ശിവരാത്രി നാളിൽ. അന്ന് വെള്ളത്തിൽ മുങ്ങി വിഗ്രഹവുമായി പൊന്തി വന്ന ആ ഭഗവാന്റെ തൃക്കൈയിൽ നിന്നും ആ വിഗ്രഹം ഏറ്റുവാങ്ങി പിടിക്കാൻ ഭാഗ്യം കിട്ടിയത് ഈ കൊച്ചപ്പിള്ളയ്ക്ക്. അവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടത്തേക്ക് ആവശ്യമായ എല്ലാവിധമായ കാർമ്മികത്വവും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇവിടെ ഇന്ന് ഗുരുദേവന്റെ പ്രതിഷ്ഠ ഞാനും ഗുരുപ്രകാശം സ്വാമിയും ശാരദാൻ സ്വാമിയും എല്ലാവരും കൂടി ഇവിടെ നിർവഹിക്കുമ്പോൾ ഇവിടെ ശാന്തിക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അവരുടെ പേരെല്ലാവരുടെ എനിക്ക് അറിഞ്ഞോളാം. ഷാജൻ തന്ത്രികള്, അതുപോലെ മറ്റ് വൈദികന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രതിഷ്ഠ നടത്തുകയേ ഉള്ളൂ. ഈ ഷാജൻ തന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്ന് വൈദിക താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തു, ഹോമവിധാനങ്ങളൊക്കെ ചെയ്തു, പൂജാവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ആ പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി വെച്ച് ഞങ്ങൾക്ക് ആ പ്രതിഷ്ഠ നടത്തേണ്ടതായി വന്നതേ ഉള്ളൂ. ഞാൻ ആ പീഠത്തിൽ കയറി സങ്കല്പം ചെയ്ത് ഭഗവാന്റെ ഏഹി ആത്മാനമാശിഷ്ട ആത്മാ ഭവതേനു എന്നുള്ള പ്രതിഷ്ഠാ മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലി ആത്മചൈതന്യത്തെ അതിലേക്ക് പ്രസരിപ്പിച്ച് പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ പെട്ടെന്ന് പ്രതിഷ്ഠ നടത്താൻ പറ്റില്ലല്ലോ, അതിനാവശ്യമായ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യണമല്ലോ. അത് ചെയ്തത് സാരൻ ശാന്തി അടക്കമുള്ളവരാണ്. അതുപോലെ അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടുത്തേക്ക് ആവശ്യമായ വൈദിക കർമ്മങ്ങൾ ഓരോന്നും അനുഷ്ഠിച്ചത് ഈ കൊച്ചപ്പിള്ള, പുതുവാതുക്കൽ വേലായുധം വൈദ്യര്, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അത് ഡോക്ടർ കുമാരനാശാൻ, DK മാധവൻ, അയ്യപ്പനോ, ബോധാൻ സ്വാമി, സത്യവ്രത സ്വാമി, നടരാജഗുരു തുടങ്ങിയ ശിഷ്യന്മാരൊന്നും അരുവിപ്പുറത്ത് വരുമോ ഗുരുദേവനെ ശിഷ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായി ഗുരുവിന്റെ സന്നിധാനത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച മഹാത്മാവാണ് ശിവലിംഗ സ്വാമി. അന്ന് അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിലേക്ക് ആവശ്യമായ എല്ലാ പരികാർമികത്വവും വഹിച്ചത് ശിവലിംഗ സ്വാമിയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ് പിന്നെയും ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ശിവലിംഗ സ്വാമിക്ക് അല്ലെങ്കിൽ കൊച്ചപ്പിള്ളയ്ക്ക് സന്യാസ ദീക്ഷ നൽകി. അപ്പോൾ ശിവലിംഗ ദാസ് എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ശിവലിംഗ സ്വാമി ഒരു വാക്കുണ്ട്, ശിവലിംഗൻ ഉറച്ചാൽ പിന്നെ ഇളകില്ല, ഉറച്ചാൽ പിന്നെ ഇളകില്ല. അത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ തങ്കഭക്തരെ? എന്താ അതിൻ്റെ അർത്ഥം? ആദ്യത്തെ പ്രതിഷ്ഠ ഇളകിയിട്ടുണ്ടോ? അത് പ്രതിഷ്ഠിച്ചിട്ട് ഇപ്പം 137 വർഷമായി. എന്താ ബിനു നല്ല പേര്, അദ്ദേഹത്തിൻ്റെ പേര് സുധാകരൻ. ആദ്യത്തെ പ്രതിഷ്ഠ പിന്നെ ഇളകിയിട്ടുണ്ടോ? 137 വർഷമായി. എന്തുകൊണ്ട് ഇളകിയില്ല? 2 പാറകൾ ഒരുങ്ങി ഒന്നായി പോയി എന്ന് പറയാം. ലോക ചരിത്രത്തിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ്.
നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി 12 വർഷങ്ങൾ നടത്തുമ്പോൾ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠയും ബിംബം ഇളകിപ്പോകും. അഷ്ടബന്ധം ദ്രവിച്ചു പോകും, വീണ്ടും അഷ്ടബന്ധം ജനിച്ചു പിടിപ്പിച്ച് പുനഃപ്രതിഷ്ഠ. പക്ഷെ അരുവിപ്പുറത്ത് പുനഃപ്രതിഷ്ഠയില്ല. ഇനി ഒരു 1000 വർഷം കഴിഞ്ഞാലും പുനഃപ്രതിഷ്ഠയില്ല. ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായി അത് നിലകൊണ്ടു. അരുവിപ്പുറം പ്രതിഷ്ഠ വലിയ വിപ്ലവമാണെന്നെല്ലാം പറയും. ശ്രീ അച്യുതമേനോൻ പറഞ്ഞു, രക്തരഹിതമായ വിപ്ലവം, ആത്മീയ വിപ്ലവം, ലോകം കണ്ട വിപ്ലവം അരുവിപ്പുറം പ്രതിഷ്ഠ. നമ്മളത് കേട്ട് തലയാട്ടി കൊടുത്ത് ശരിയാ. ശ്രീനാരായണ ഗുരു വിപ്ലവം നടത്തി, വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞ് തെക്കും വടക്കും നടന്നു. പക്ഷേ അരുവിപ്പുറം പ്രതിഷ്ഠയോടൊപ്പം നടന്ന ഒരു അധ്യാത്മ വിപ്ലവമുണ്ട്. അതുകൂടി പറഞ്ഞാലേ ശ്രീനാരായണ ഗുരുവിനെ അറിയാൻ പറ്റും. അരുവിപ്പുറം പ്രതിഷ്ഠയിൽ സംഭവിച്ച അത്ഭുതം എന്താണ്? അത്ഭുതം ആ വിഗ്രഹം തന്നെ ഇളകിയില്ല. ഇനി ലോകമുള്ള കാലം വരേക്ക് വിളകാതെ നിൽക്കും. ഇത്രയും വലിയ അത്ഭുതം ലോക ചരിത്രത്തിൽ ഞാൻ പറയാം, ബുദ്ധനോ കൃഷ്ണനോ ക്രിസ്തുവോ നബിയോ ശങ്കരാചാര്യരോ ആരും ചെയ്തിട്ടില്ല. പക്ഷെ ഗുരു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ കാണാൻ തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കുക. ഗുരു കാട്ടിത്തന്നു ആ മഹോന്നതമായ അത്ഭുതത്തിന് ദൃക്സാക്ഷിയാകുവാൻ പരമഭാഗ്യം ലഭിച്ചു. ആദ്യ ശിഷ്യനായ ഈ കൊച്ചപ്പിള്ള അദ്ദേഹത്തിന് ഗുരുദേവൻ ശിവലിംഗദാസൻ എന്ന് പേര് നൽകി ഒരു അനുഗ്രഹ വചസ് പിന്നീട് പറഞ്ഞു. ശിവലിംഗൻ ഉറച്ചാൽ പിന്നെ ഇളകില്ല. ആദ്യ പ്രതിഷ്ഠ ഇളകിയിട്ടില്ല, അതുപോലെ ശിവലിംഗനും ഉറച്ചിരിക്കും. ഈ ശിവലിംഗ സ്വാമിയുടെ ജീവചരിത്രമൊക്കെ നിങ്ങൾ വായിക്കണം. ഞാൻ ശിവലിംഗ സ്വാമിയുടെ ജീവചരിത്രം ഒരു 600 പേജുകളിലായി സമഗ്രമായ ജീവിത ചരിത്രവും കൃതികളും ഒക്കെ എഴുതി പുസ്തകം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ വായിച്ചാലേ നമുക്ക് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആരംഭം എങ്ങനെ കുറിക്കപ്പെട്ടു എന്നറിയാൻ പറ്റും. ആദ്യ ശിഷ്യൻ ശിവലിംഗ സ്വാമിയെ ഗുരുദേവൻ പിന്നീട് 1912 മെയ് മാസം 1-ാം തീയതി അനന്തരഗാമിയായി പ്രഖ്യാപിച്ചു. ഗുരുവിന് ശേഷമുള്ള അടുത്ത ഗുരുവായി ശിവലിംഗ സ്വാമിയെ ഗുരു പ്രഖ്യാപിച്ചു. പക്ഷേ ശിവലിംഗ സ്വാമി പിന്നീട് ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞപ്പോൾ സമാധിയായി. 1919 ജനുവരി മാസം 8-ാം തീയതി. പിന്നെയും 10 വർഷം കഴിഞ്ഞ ഗുരുദേവന്റെ മഹാസമാധി. ആദ്യ ശിഷ്യൻ നേരത്തെ സമാധിയായി. നിങ്ങൾ മനസ്സിലാക്കണം, ശിവലിംഗ സ്വാമിയുടെ ശിഷ്യൻ സദ്ഗുരു മലയാള മഹർഷി. കേരളത്തിൽ ഗുരുദേവനെ നമ്മൾ ഈ ജനത നമിക്കുന്നത് പോലെ ആന്ധ്രാദേശത്ത് നമിക്കപ്പെടുന്ന മഹാപുരുഷനാണ് മലയാള സ്വാമി. അദ്ദേഹത്തെ ശിവലിംഗ സ്വാമി തൃശ്ശൂർ സ്വദേശിയാണ്. സ്വാമി തൃശ്ശൂരിൽ ശ്രീനാരായണ ആശ്രമം സ്ഥാപിച്ച് വിശ്രമിക്കുമ്പോൾ ഏകണ്ട് സ്വദേശിയായ വേലപ്പൻ എന്ന ഭക്തരെ ഉപദേശിച്ച് പഠിപ്പിച്ച് പ്രസ്ഥാനത്രയ ഭാഷ്യവും വേദാന്ത ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് ഉപരിപഠനത്തിന് ഭഗവാന്റെ ഗുരുദേവന്റെ സന്നിധാനത്തിൽ ശിവഗിരിക്ക് അയക്കുകയും ഗുരുദേവൻ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ പര്യടനത്തിന് വിടുകയും അദ്ദേഹം പര്യടനത്തിനിടയിൽ ഗുരുദേവൻ മരുത്വാമലയിലെ തപസ് കഴിഞ്ഞ് അരുവിപ്പുറത്ത് വന്ന് വിശ്രമിച്ചതുപോലെ വേലപ്പ ഭക്തൻ തിരുപ്പതി ക്ഷേത്രത്തിനടുത്തൊരു ഗുഹയിൽ വന്ന് വിശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ അടുത്ത 1000 കൂടുകയും ഗവൺമെന്റ് അദ്ദേഹത്തിന് ഏതാണ്ട് 100 ഏക്കർ സ്ഥലം പതിച്ചു കൊടുക്കുകയും അവിടെ ആന്ധ്രയിലെ വ്യാസാശ്രമം എന്ന പേരിൽ 1926 ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ മഠാധിപതിയും മറ്റും കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വന്നു. അവർ 500 ആളുകളോട് കൂടി ശിവഗിരിയിൽ വന്ന് 5 ദിവസത്തെ ഒരു ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മലയാളികളാണ്, അവരെല്ലാം ഗുരുഭക്തരാണ്. ശിവലിംഗ സ്വാമിയുടെ പരമ്പരയാണ്. അതിമഹത്തായ ഒരു ശിഷ്യ പരമ്പര ഗുരുവിനുണ്ട്. അത് കേരളത്തിലുള്ള ശിവഗിരിയിൽ ഞങ്ങൾ ഈ ശിഷ്യ പരമ്പര മാത്രമല്ല, കേരളം വിട്ട ഇന്ത്യയുടെ ഫലഭാഗത്തുമായി പല പാരമ്പര്യത്തിലുള്ള ശിഷ്യന്മാരും ഗുരുവിനുണ്ട്. ശിവലിംഗ സ്വാമിയുടെ ആ വലിയ ശിഷ്യ പരമ്പര
ആന്ധ്രയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ അമേരിക്കയിൽ പോലും ആശ്രമങ്ങൾ അവർക്കുണ്ട്. അവരുടെ 7 നിലയിലുള്ള വലിയ മന്ദിരത്തിൻ്റെ മുകളിൽ വ്യാസന് താഴെ വസിഷ്ഠനും, അതിന് താഴെ ശ്രീനാരായണ ഗുരുവും, അതിന് താഴെ ശിവലിംഗസ്വാമിയും, അതിന് താഴെ മലയാള സ്വാമിയും, അങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ള മന്ദിരം അവർക്കുണ്ട്. നമ്മുടെ കീർത്തിസ്തംഭം കട്ടപ്പനയിൽ നിൽക്കുന്ന മാതിരി അതൊക്കെ നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ട് എന്നെൻ്റെ പ്രിയ സഹോദരങ്ങളെ അറിയണം. അത് ശിവലിംഗസ്വാമിയിലൂടെ വ്യാപിച്ച പരമ്പരയാണ്. ആ ശിവലിംഗസ്വാമി ഗുരുവിനെ പൂജിക്കാൻ വേണ്ടി എഴുതിയ ഓം ബ്രഹ്മണേ മൂർത്തിമതി എന്ന പ്രാർത്ഥന നമുക്കുണ്ട്. എല്ലാ ഗുരുഭക്തന്മാരും അത് ദിവസവും ആലാപനം ചെയ്യുന്നവരാണ് എന്നുള്ള വിശ്വാസം എന്നിലുണ്ട്. ശിവലിംഗസ്വാമി ഗുരുവിൻ്റെ മഹാശിഷ്യനായി 51-ാം വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് നമുക്ക് സംഭവിച്ച മഹാനഷ്ടം. പിന്നീട് ഗുരുദേവന്റെ അനന്തരഗാമിയായി നിശ്ചയിച്ചത് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളെയാണ്. ബോധാൻ സ്വാമി തൃശ്ശൂരില് ചിറക്കൽ എന്ന ദേശത്ത് ഇഴവുംപറമ്പ് തറവാട്ടിൽ വലിയ സാമ്പത്തിക ഗരിമയുള്ളൊരു തറവാട്ടിൽ ജനിച്ച് ഒരു 18 വയസ്സായപ്പോൾ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. വീട്ടുകാർ അദ്ദേഹം സന്യാസിയാകുമെന്ന് ഭയപ്പെട്ടിട്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷെ താൻ വിവാഹം കഴിച്ച് ഭാര്യയോടും കുഞ്ഞിനോടൊപ്പം ജീവിക്കേണ്ടവനല്ല, താനൊരു സന്യാസിയായി ജീവിക്കേണ്ടതാണെന്നുള്ള ഉൾപ്രേരണയിൽ ശക്തിയായപ്പോൾ ശ്രീബുദ്ധ ഭഗവാനെ പോലെ, സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ അദ്ദേഹം ഭാര്യയെയും കുഞ്ഞിനെയും ജഗന്നേതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അന്ന് ജനിച്ച കുഞ്ഞിനെയും ലോകസമക്ഷം ദൈവസമക്ഷമം സമർപ്പിച്ച് 18-ാം വയസ്സിൽ ഇടയ്ക്ക് വേലായുധൻ ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ ഗുരുദേവൻ തപസ് ചെയ്തതുപോലെ ഹിമാലയ പർവ്വതത്തിൽ ഇരുന്ന് കൊടും തപസ്സിൽ ലയിച്ചു. മഞ്ഞുകെട്ടുകൾക്കിടയിലിരുന്നുള്ള തപസ്. മഞ്ഞ് ദേശങ്ങളിലുള്ള കരടികളുണ്ട്, ആ കരടികളുടെ കൂടെ ഇരുന്നുള്ള തപസ്. ആ തപസ്സൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് ബോധാൻ സ്വാമിയൊക്കെ അറിയാൻ പറ്റുന്നത്. ആ തപസ്സിലൊക്കെ ഇരുന്ന് ആ മഞ്ഞുമലയിൽ ഇരുന്ന് ചെയ്ത കഠിനമായ തപസ്, ആ തപസ്സിലൂടെ ആത്മീയമായ പുരോഗതി നേടിയ ആ വേലായുധൻ നീതിയുടെ നിശ്ചയമനുസരിച്ച് ശങ്കരാചാര്യന്റെ പരമ്പര ജ്യോത്സ്യമഠത്തിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ബോധാനന്ദനായി മാറി ഇന്ത്യ ഒട്ടാകെ പര്യടനം നടത്തി അവസാനം കേരളത്തിൽ വന്ന് ജാതിഭേദത്തിൻ്റെ തീഷ്ണമായ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജാതിഭേദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ധർമ്മഭടം സംഘം എന്ന പേരിൽ സംഘമുണ്ടാക്കി അർദ്ധരാത്രി സമയത്ത് കുളിച്ച് ഈറിനോടുകൂടി വന്ന് 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിൻ്റെ ചുവട്ടിൽ തട്ടെടുത്ത് മിന്നിത്തിളങ്ങുന്ന കഠാരയോടുകൂടി ഇരുന്ന് എനിക്ക് മേലെ ഒരു ജാതിയില്ല, എനിക്ക് കീഴേ ഒരു ജാതിയില്ല, മനുഷ്യന്മാരെല്ലാം സമന്മാരാകുന്നു, ജാതിഭേദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാനിതാ എൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കഠാര കൊണ്ട് കൈമുറിച്ച് രക്തം തിലകമായി ചാർത്തിയിട്ട് ഇത് സത്യം 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 എന്ന് പറഞ്ഞ് ആ കഠാര ഭൂമിയിലേക്ക് കുത്തിത്താഴ്ത്തിയ ധർമ്മപട സംഘം, രഹസ്യ സംഘം. ആ രഹസ്യ സംഘമാണ് കൊച്ചിയിലും മലബാറിലും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി അതിതീഷ്ണമായി പ്രവർത്തിച്ചത്. കേരളത്തിൽ പല വിപ്ലവ പ്രസ്ഥാനങ്ങളും ജാതിഭേദം ഇല്ലാതാക്കാൻ സഹോദരൻ അയ്യപ്പൻ്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായതൊക്കെ നമുക്കറിയാം. പക്ഷേ ബോധാനന്ദ സ്വാമി സ്ഥാപിച്ചതുപോലെ ഇത്ര തീഷ്ണമായൊരു വിപ്ലവ പ്രസ്ഥാനത്തെ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ജാതിഭേദത്തിന്റെ എല്ലാവിധമായ തിന്മകളെയും പ്രശ്നങ്ങളെയും ആ ഭേദവ്യത്യാസങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ബോധാനന്ദ പ്രസ്ഥാനം പല മഹാത്മാക്കളുടെയും പ്രേരണ ശക്തമായപ്പോൾ ഗുരുദേവനെ വന്ന് കാണുകയും ഗുരുദേവനെ ശിഷ്യപ്പെടുകയും
തൻ്റെ സന്യാസിക്കമുള്ളവരെ ഗുരുദേവ പ്രസ്ഥാനത്തിൽ 1912 മെയ് മാസം 1-ാം തീയതി ലയിപ്പിച്ച് ബോധാനന്ദ പ്രസ്ഥാനം ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ ലയിച്ച് അതായിരുന്നു വിനുവേ. വിനു ഗുരുധർമ്മ പ്രേരണസഭയുടെ ഞാനിങ്ങനെ ഓർമ്മയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഗുരുധർമ്മ പ്രേരണസഭയ്ക്ക് സംഘടനാ പ്രവർത്തനമൊന്നുമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരും കടന്നു കയറില്ല. അവരവിടെ എവിടെയെങ്കിലും യൂണിറ്റ് ഉണ്ടായ വല്ല പ്രാർത്ഥനയും നടത്തി ഗുരുദേവകൃതിയും പഠിച്ച് അവരങ്ങോട്ട് മുന്നോട്ട് പോകും. ഇതുമായിട്ട് യാതൊരു അതിന് പത്രികയുടെ കാര്യം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. വേറൊരു കാര്യമുണ്ട്, ഇന്ന് പത്രികയ്ക്കൊന്നും വലിയ കാര്യമില്ല. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഇനി സച്ചിദാനന്ദ സ്വാമി പത്രികയായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഊർജ്ജസ്വലമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് സജീവമായ ശ്രദ്ധയും സാന്നിധ്യവും ഭക്തിയും നിഷ്ഠയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ശിവഗിരിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്ത് ക്ഷണിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശിവഗിരി വരണം. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പൂർവാധികം ഗംഭീരമായി ഇപ്പൊ നമ്മൾ നെടുങ്കണ്ട യൂണിയനിൽ നിന്നും വരെ ആൾ പറഞ്ഞു ശിവഗിരിയിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ശരിയാണ്, ദിവസവും 100 കണക്കിന് ആളുകൾ വരും. ഞായറാഴ്ച ശരിയാണെങ്കിൽ 10,000 ആളുകൾ വരും. മാസം തോറും ചതയത്തിനും 1000 വരും. ശിവഗിരിയിലെ ദൈനംദിന കാര്യങ്ങളും എല്ലാം ഗംഭീരമായി മുന്നോട്ട് പോകും. അതൊക്കെ നിങ്ങൾ ബോധവാന്മാരാണ്. നെടുങ്കണ്ട യൂണിയനിൽ നിന്നും വന്ന ആള് എന്താ പേരെന്താ സുധാകരൻ എന്നുള്ള ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചു. അതേപോലെ എല്ലാ കാര്യങ്ങളും തങ്കപ്പൻ ചെയ്ത പാട്ടൊക്കെ കേട്ടപ്പോ എനിക്ക് ഞാൻ 7,000 രൂപ കൊടുക്കാന്ന് വിചാരിച്ച 10,000 രൂപ അങ്ങനെ കൊടുത്തതാ. സന്തോഷമുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ എല്ലാവരും ഗുരുപൂജയിലേക്ക് പങ്കാളികളാണ്. സജ്ജനങ്ങളെ, ഇനി ഇതിൻ്റെ സമർപ്പണം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മംഗളാരതിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കാര്യദർശിമാർ പറയുന്നത് പ്രസാദം ഉപ്പ കൊടുത്താൽ അതൊരു ടിന്നാണ്. അപ്പോൾ ഭക്ഷണം മേടിക്കുമ്പോൾ അത് കൈ പിടിച്ചുകൊണ്ടും ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് മംഗളാരതിക്കായിട്ട് എല്ലാവരും അതുവഴി അകത്തോട്ട് കയറി സ്വാമിജി അതൊരു മംഗളാരതി ചെയ്ത് പിന്നെ ഭക്ഷണം കഴിഞ്ഞ് വന്ന് പ്രസാദം മേടിച്ച് സന്നിധിയിൽ നിന്ന് മേടിച്ച് പോയാൽ മതി എന്നാണ്. അത് മാത്രമല്ല, അപ്പം നമുക്ക് അവിടെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഇവിടുന്ന് തൊഴുത് ഇടനാഴിയിലൂടെ കടത്തി ഇതിങ്ങനെ അങ്ങനെ വന്നാലേ അത് അതിൻ്റെ ക്രമത്തിൽ എന്തോ നമ്മൾ ഗോപുരത്തിലൂടെ വന്ന് മണ്ഡപത്തിങ്കൽ വന്ന് തൊഴുത് നേരെ ഇടനാഴിയിലൂടെ പോയി നമ്മുടെ അടുക്കളയുടെ പുറകിലൂടെയുള്ള പുതിയ വഴിയിലൂടെ ഇറങ്ങിയാണ് അപ്പുറത്ത് വരുന്നത്. അവിടെ വന്ന് തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായി വന്ന് വീണ്ടും ഈ ഹാളിനുള്ളിൽ തന്നെ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സൗകര്യാർത്ഥം ചെയ്യുക. എല്ലാവരും ഒരു കൃത്യമായ നിഷ്ഠയോടുകൂടി തന്നെ പോയാൽ നമുക്ക് തിരക്കില്ലാതെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ പിരിയാവുന്നതാണ്. അകത്തോടെ കയറി ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴിച്ച് തിരികെ വന്ന് ഗുരുമണ്ഡപത്തിങ്കൽ വന്ന് എല്ലാവരും പ്രസാദവും മേടിച്ചുകൊണ്ട് പോവുക. പ്രസാദം ഒരു ടിന്നിനകത്തായതുകൊണ്ട് ബുഫേ പോലെ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഇത് വെക്കാനും സൂക്ഷിക്കാനും അസൗകര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. അപ്പൊ അതും കൂടെ ആ കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു വരുന്ന ആളുകൾ മണ്ഡപത്തിൽ വന്ന് എന്റെ പ്രസാദവും കൂടെ ഏറ്റി വാങ്ങി പോകണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പദയാത്രയ്ക്ക് വിജയമുള്ളതാണ്. അപ്പം ആളങ്ങോട്ട് കയറുമ്പോഴത്തേന് ഇവിടെ നമുക്കൊരു 3-4 നിര മുഖാമുഖം ഇട്ട് സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ബുഫേ മേടിക്കുന്നവർക്ക് ക്രമത്തിന് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാവരും
ഞാനിവിടെ ഇല്ലേ ഇവിടെ കാണാൻ ഇവിടെ അതിനായിട്ട് സ്വാമി പോകുന്നത് തുടങ്ങി പോയി നമ്മുടെ പുഴയിലൂടെയുള്ള വഴിയെ അപ്പുറം ഇറങ്ങി അവിടെ വീട്ടുപേരായിട്ട് അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങിച്ച് നമുക്ക് ഹാളിനുള്ളിൽ വന്നിരുന്ന് സൗകര്യാർത്ഥം കഴിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഒറ്റ വരിയെ പോകത്തുള്ളൂ. ആ വഴിയിൽ ഒരാൾക്ക് പോകുന്ന രീതിയിലാണ് പള്ളി വെച്ച്. എല്ലാവർക്കും ദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇവിടെ വന്ന് പക്ഷേ രണ്ടാമത് കയറി വരുമ്പോൾ ഒരു അപകടം കാണുന്നുണ്ട്. കൊച്ചു കുട്ടി പരാധീനങ്ങളെല്ലാം ചെരുപ്പെടുത്തല്ലാത്തുണ്ടായിട്ട് ഇങ്ങോട്ട് കയറി വരും. ഇതുവരെ ഇങ്ങനെയുള്ള ഒരു സ്ഥാനമല്ലിത്. അത് രക്ഷകർത്താക്കൾ തന്നെ അത് ശ്രദ്ധിച്ചു കൊള്ളണം. പാദരക്ഷയൊന്നും കൊണ്ട് ഇതിനകത്ത് കയറി